പലതും കൈകാര്യം ചെയ്യും, പക്ഷെ കണ്ടാൽ പറയുകയല്ല. ചിലടത്ത് തമ്പേർ കൂട്ടുന്നവന്റെ ഗമ കാണണം. അപ്പം ടിൻഡൻ ടിൻഡൻ ടിൻ ഇത്രേ ഉള്ളൂ. ആസ്ഥാന കൂട്ടുകാരനായിട്ടാണ്. അദ്ദേഹത്തെ പുകഴ്ത്തുകല്ല, അത് ബിജുമമ്പാവാലിക്കൊക്കെ അറിയാം, ഇവർക്കറിയാം അദ്ദേഹത്തിനെ പറ്റി. മാന്യ സഹോദരൻ ജെയ്സൺ. ഈ ശുശ്രൂഷ ദൂരെ ഇരിക്കുന്നവർ കൂടെ കാണത്തക്ക വിധത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന മീഡിയ അവർക്കും കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. നിങ്ങൾക്കും വന്ദനം. പ്രാരംഭമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുക. ഇതുവരെ നിന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മുൻപോട്ട് ഒരു ചുവടെങ്കിലും വെക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഒക്കത്തില്ലെങ്കിലും ഓർക്കുന്ന സമയം ഒത്തിരി പ്രാർത്ഥിച്ചില്ലേലും ഒന്ന് സ്തോത്രം ചെയ്ത് വിട്ടേക്കണം. അതെനിക്ക് അനുഗ്രഹമാണ്. ശുശ്രൂഷയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കും. കഴിഞ്ഞ രാത്രികളിൽ കർത്താവിൽ പ്രസിദ്ധരായ ബഹുമാന്യ ദൈവദാസന്മാരെ കൂടി അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവരെ 3 പേരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഈ രാത്രിയിൽ എൻ്റെ ഭാഷ പറഞ്ഞ ഭോഷനാകുന്ന എനിക്കും വന്നു കൂടുവാൻ ദൈവം കൃപ നൽകി. ദൈവത്തിന് മഹത്വം. എനിക്ക് സാധാരണ പ്രസംഗിക്കുമ്പം കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും കിട്ടണം. പെന്തിക്കോസ് ചരിത്രം എഴുതുമ്പോൾ, കുടുംബങ്ങളുടെ ചരിത്രം എഴുതുമ്പോൾ കണ്ടങ്കേരിക്കാരെ പറ്റി എഴുതണം. എഴുതിയില്ല ഒക്കുകയല്ല. അവര് ഇതിന് വില കൊടുത്തവര്. കേട്ടിട്ടുണ്ട്, ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും അടക്കാൻ ഇടവില്ലാഞ്ഞിട്ട് ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ നിന്ന് പോയതാ വള്ളത്തെ. എന്നിട്ടും പെന്തിക്കോസിന് വേണ്ടി നിന്നെന്നുള്ളതാ. കയറ്റി ജോഷുവാച്ചാൻ അവിടെ കുമ്പനാട്ടുണ്ട്, കയറ്റി ഉമ്മച്ചാന്, അവരെല്ലാം ഇവിടെ പിതാക്കന്മാർ, പുത്തൻകുരിശി യാക്കോച്ചായൻ, സ്തോത്രം, ഓച്ചിച്ചാൻ, ഇതെല്ലാം കുറച്ചുകൂടെ അറിയാം. എൻ്റെ ഭാര്യ വീടുമായിട്ട് ചെറിയ അടുപ്പമുണ്ട്. നമ്മുടെ മണ്ണിലെ അപ്പച്ചൻ പാപ്പിച്ചായൻ, നമ്മുടെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടേക്ക് അപ്പച്ചൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. മുണ്ടക്കാമണ്ണിലെ അപ്പച്ചൻ, അദ്ദേഹം സാറപ്പച്ചൻ്റെ ശിഷ്യനായിരുന്നു. എനിക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ പ്രാരംഭ സമയത്ത് നന്നത് എനിക്ക് ഗുണമായി. ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇങ്ങനെ പേരെടുത്ത് പറയേണ്ടതാ, കാരണം ഓരോ അനുഭവങ്ങൾ എല്ലാവരിൽ കൂടിയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥന ഉറക്കാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് പറയാ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു. പിന്നെയും വന്ന്, ആ ഒരു വാക്യത്തിലാണ് ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയും വന്ന് എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. ഈ പ്രാവശ്യത്തെ UPF കൺവെൻഷന്റെ ഒടുവിലത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്നും, ഞാനും ശുഭപാസ്റ്ററും കൂടെ പറഞ്ഞ്, പണ്ടൊക്കെ അപ്പച്ചന്മാര് പ്രസംഗിക്കുമ്പോൾ നമ്മളൊരു പരുവത്തിന് നിൽക്കുക. ആദ്യത്തെ ദിവസം രക്ഷയായിരിക്കും, 4 ദിവസമുണ്ട്. 2-ാം ദിവസം സ്നാനം, 3-ാം ദിവസം ആത്മസ്നാനം, 5 ദിവസമാണ്. 4-ാം ദിവസം വേർപാട്, 5-ാം ദിവസം കർത്താവിന്റെ വരവ്. സ്തോത്രം. അതിന്റെ ഓർഡർ അങ്ങനെ. ഇപ്പൊ പിന്നെ പഴയ അമ്മ പറയുമ്പോൾ പോലെ ഏകപട, എമ്പട, ത്രിപട, ചമ്പട. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ പുതുക്കി. ഇന്നലെ രാത്രി വന്ന കർത്തദാസൻ അതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്നയാളാണ്. അപ്പൊ ഞാൻ എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദൈവകൃപയെ ശരണപ്പെട്ട് പിരിഞ്ഞു പോകാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അത് കട്ട് ചെയ്ത് ഇടരുന്നെന്ന് പറയണേ. ഏകപട, എമ്പട, ത്രിപട, ഞമ്പട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞേക്കണം. അത് പഴയ വകുപ്പുകളാണ്.
അതിൽ കൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, വരുന്ന പാസ്റ്റർമാരുടെ കസർത്ത് കാണിക്കുകയല്ല, മൈക്കിന്റെ ഓളിയം കൂട്ടുകയല്ല, പാട്ടുകാരെ വെച്ച് ബഹളം ഉണ്ടാക്കുകയല്ല. അതൊക്കെ ആവശ്യമാണ്. നമ്മൾ പഠിച്ച കുറെ കാര്യം ഇറക്കി വിടുകയല്ല, തത്വജ്ഞാനമല്ല, തത്വസംഹിതയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾ പെന്തിക്കോസുകാരായതുകൊണ്ടായിരിക്കും വലിയ പ്രതികരണമില്ലാത്ത. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. അപ്പോൾ സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ അറിയാം, ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, സ്നേഹിക്കാം, സേവിക്കാം. അതുകൊണ്ടാണ് ഈ കൃപയിൽ എനിക്കും വരാനിടയായത്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യരായ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ ഏത് വകുപ്പിൽപ്പെട്ടയാളായിട്ട് ദൈവത്തിനതൊന്നും വിഷയമല്ല. നീ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. സ്തോത്രം. മുഴു ലോകത്തിന്റെയും ദൈവമാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് സുവിശേഷം. നല്ല വാർത്ത. എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നുമില്ല, തെറ്റുകാരനെ നിങ്ങൾ പറഞ്ഞു തരാണ്. ഗുഡ് ന്യൂസ് ഇല്ലയോ? തെറ്റിയോ? നല്ല വാർത്ത. ഞാൻ പറയാറുണ്ട് ന്യൂസ്. അത് 4 അക്ഷരമാണ് ഇംഗ്ലീഷിലല്ലേ? പറഞ്ഞ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കാറ് പറഞ്ഞതാ. NEWS. ന്യൂസ്, വാർത്ത, നല്ല വാർത്ത. ആ സ്പെല്ലിങ് നന്നായിട്ടൊന്ന് ചിന്തിച്ചേ. നോർത്തില്, പിന്നെ ഈസ്റ്റ്. നിങ്ങൾ എന്നോട് യോജിക്കണേ, മസിൽ പിടിക്കരുതേ. നിങ്ങൾ മസിൽ പിടിച്ചാൽ ഇത് മൊത്തം കുഴയും. എസ് സൗത്ത്, W വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും അറിയിക്കേണ്ട ഒരൊറ്റ വാർത്തയുള്ളൂ, സുവിശേഷം. വടക്കോട്ട് എന്നിത് പറയണം. വടക്കിൽ നിന്ന് ഇങ്ങോട്ട് പലതും ഉണ്ട്, അത് നമുക്ക് വിഷയമല്ല. വടക്കോട്ട് അടിച്ച് കയറി പറഞ്ഞേക്കണം സുവിശേഷം. അല്ല കുമ്പനാട് മാത്രം കിടന്ന് കറങ്ങരുതെന്നായി പറഞ്ഞ്. സ്തോത്രം. വടക്കോട്ട് പോയി പറയണം, തെക്കോട്ടും പോയി പറയാം, കിഴക്കോട്ടും പോയി പറയാം, പടിഞ്ഞാറോട്ടും പോകാം. എവിടെ ഉയർത്താനുള്ളത് സുവിശേഷമാണ്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം. എവിടെയും പറയുവാൻ, ഏത് ദിക്കിലും പറയുവാൻ, ഏത് സ്ഥലത്തും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളു, ആരോടും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളു, അത് സുവിശേഷമാണ്. മരണ വീട്ടിലും പറയാം, കല്യാണ വീട്ടിലും പറയാം, വഴി നടക്കുമ്പോഴും പറയാം, ഏതെങ്കിലും ഓഫീസിൽ ചെന്ന അവസരം കിട്ടിയാൽ അവരോടും പറയാം, മുഖ്യമന്ത്രിയോടും പറയാം, പ്രധാനമന്ത്രിയോടും പറയാം, രാഷ്ട്രപതിയോടും പറയാം, പഞ്ചായത്ത് മെമ്പറോടും പറയാം, വാർഡ് മെമ്പറോട് വരെ പറയാമല്ലോ.
ബേബി നീ 2-ാം വാർഡിലെ മെമ്പർ എന്നാൽ യേശുവിനെ വിശ്വസിക്കണം. സ്തോത്രം. അപ്പനോട് പറയാം, അമ്മയോട് പറയാം, പെങ്ങളോട് പറയാം, കൊച്ചുങ്ങളോട് പറയാം, സകലരോടും പറയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, സുവിശേഷം. സ്തോത്രം. അല്ലാതെ ഇപ്പം മുസ്ലിയാരോട് എന്ന് പറയുക കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ സാഹിത്യ എന്തോ അതിന് പറഞ്ഞ ഐതിഹ്യമാല നല്ലതാ, അത് പുള്ളിയോട് പറഞ്ഞൊന്നും കേൾക്കുകയല്ല. സ്തോത്രം. എല്ലാവരോടും പറയാൻ കൊള്ളാമെന്ന് ഒന്നേ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ വക്താക്കളായി ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപാഠന്മാരായ കർത്തദാസന്മാരെയും സുവിശേഷം അറിയിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അധികം ശക്തിയോടെ ഇനിയും ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് സുവിശേഷം, യേശു ക്രിസ്തു. ആട്ടെ, ഞാൻ സമയത്തെ പേപ്പെടുന്നത് കൊണ്ട് അജി ചെയ്യുന്നത് പോലെ കട്ട് ചെയ്താ ഇന്ന് ഞാനും പ്രസംഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് മൊത്തം പറയത്തില്ല. പുള്ളി തന്നെ കട്ട് ചെയ്യേണ്ട, ഞാനും ഇന്നങ്ങ് കട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ സത്യം എവിടെയും നമുക്ക് പറയാം. ഈ രക്ഷിക്കപ്പെട്ട് വന്ന കാലത്ത് ഞാൻ ധരിച്ചത് 4 സുവിശേഷം ഉണ്ടെന്ന. കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. നമുക്കൊന്നും അറിയത്തില്ല, ഇപ്പോഴും ഒന്നും അറിയത്തില്ല. നമ്മുടെ ഇരിപ്പും ഭാവം കൊണ്ടാ നമുക്കല്ല സങ്കീർത്തനം വായിക്കാൻ പോലും ചിലക്കറിയാൻ മേല, അറിയത്തില്ല. ഒരു സങ്കീർത്തനം കൊടുത്ത 10 പ്രാവശ്യം തെറ്റിക്കും. ഒരു പാട്ട് പോലും ചിലർക്ക്, എല്ലാ പാട്ടും തിട്ടമില്ലെങ്കിലും ചിലത് തെറ്റി. പിന്നെ നമുക്ക് പെന്തിക്കോസുകാർക്ക് തെറ്റുമ്പോൾ ആത്മാവിലാകാം. CSIക്കാർക്കും മാർത്തോമക്കാർക്കും അത് ഇല്ലാത്തത് കൊണ്ട് അവരത് സൂക്ഷിച്ച് പാടിയേ ഒക്കുള്ളൂ. നമുക്ക് ആത്മാവുള്ളത് കൊണ്ട് തെറ്റിച്ചോണ അന്തരീക്ഷം വന്നെന്ന് പറഞ്ഞ് നമ്മൾ വരച്ചാൽ മതി. ഈ കള്ള അന്തരീക്ഷം ഒന്നും ഉണ്ടാക്കരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, പ്രാർത്ഥിച്ച് വാചകം കിട്ടാതെ വരുമ്പോൾ ഉടനെ മറുഭാഷ, അതിന് വാക്യമുണ്ട്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമെന്ന്. അല്ല, തെറ്റിയിട്ടല്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഈ പ്രാരംഭ സമയത്ത് ധരിച്ചത് സുവിശേഷം 4 ഉണ്ടെന്നാ. ഈ മാർഗത്തിൽ വന്നപ്പോഴേ അങ്ങനല്ലേ വായിക്കുന്ന. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ. എന്നാൽ സഭയിൽ വന്ന് ഇതുപോലത്തെ അഭിഷിക്തന്മാർ ദൈവവചനം പഠിപ്പിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടു, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ പറ്റി 4 പേരും 4 വിധത്തിൽ 4 രീതികളിൽ എഴുതിയതാണ് ഈ 4 സുവിശേഷം. അവിടുന്ന് രാജാതിരാജാവാ യേശു. അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അവിടുന്ന് ദാസരൂപം എടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച മഹത് വ്യക്തിയാ. മാത്രമല്ല, അവിടുന്ന് നിത്യ സത്യ ഏക ദൈവം. അപ്പൊ യേശുക്രിസ്തു രാജാതിരാജാവാണ്. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്. യേശുക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു മാതൃക കാട്ടി തന്നു. അവിടുന്ന് ഏകദൈവമാണ്, നിത്യദൈവമാണ്, സത്യദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതും ഞാൻ അങ്ങ് കട്ട് ചെയ്യുക. എല്ലാം പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് സമയം തന്നിട്ടുണ്ട്. ഇനി പുള്ളി എൻ്റെ ജിബായി പിടിച്ച് വലിക്കുന്നതിന് മുന്നേ ഞാൻ ഇച്ചിരി മാറിയേ നിൽക്കുകയുള്ളൂ. അത് വേറെ വിഷയം. പറഞ്ഞ സമയമാകുമ്പോൾ ഇച്ചിരി മാറി നിൽക്കും, വലിക്കാൻ ഞാൻ ഇടയാക്കുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഏതായാലും ഇന്ന് രാത്രിയും കൂടെ യോഗം ഉള്ളല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത. മത്തായി യേശുക്രിസ്തു രാജാവാണെന്ന് തെളിയിക്കുന്നു. ലൂക്കോസ് യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തെളിയിക്കുന്നു. മർക്കോസ് യേശുക്രിസ്തു ദാസരൂപം എടുത്ത വ്യക്തിയെ അങ്ങോട്ട് വരച്ചു കാട്ടുന്നു. എന്നാൽ യോഹന്നാൻ വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അവിടുന്ന് മാത്രമാ സത്യദൈവം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. സ്തോത്രം. കുചേലവൃത്തത്തിനകത്തെ ഒരു പദം രാമപുരത്ത് വാര്യർ എഴുതി. കുചേലവൃത്തം ഈ ഏരിയക്കാകുമ്പം വള്ളപ്പാട്ട് അറിയാവുന്നവരാ. വിയവരംകാരും ഒക്കെ നമ്മുടെ UPFിനകത്തുണ്ടല്ലോ. അതാരാ ഇവിടെ? അല്ല, ഇവിടെ വലിയൊരു ഇരിപ്പുണ്ടോന്ന്. അല്ല, കാരിച്ചാലല്ല, അത് ഉണ്ടെന്ന് ഇവിടെ നമ്മുടെ സ്റ്റേജേ. അപ്പം കാരിച്ചാല്, വിയവരം, ചെറുതന. അപ്പം വള്ളവും വെള്ളവും ആയിട്ടെ. നിരണക്കാര് മോശമല്ലല്ലോ. പണ്ട് പുതിയ ചുണ്ടന പേപ്പർ വായിച്ചു. അപ്പം അത് വള്ളപ്പാട്ടെന്നാ, വഞ്ചിപ്പാട്ട്, കുചേലവൃത്തമാണ്.
അപ്പോൾ രാമപുരത്ത് വാര്യർ എഴുതിയ ഒരു വരിയുണ്ട്. വാര്യർ എഴുതിയ എന്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. കൽപ്പോടെല്ലാ ജനങ്ങൾക്കും കേടുതീരതക്കവണ്ണം, കൽപ്പോടെല്ലാ ജനങ്ങൾക്കും കേടുതീരതക്കവണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ, എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ. അതിനകത്ത് ഒരു വരിക, മൂർത്തി 330 ദേവൻ മാരുമായി, മൂർത്തി 330 ദേവന്മാരുമായി, മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി, മൂർത്തിയായി മുപ്പാരിനും വിളക്കുമായി. ഇപ്പൊ അതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല, സ്തോത്രം, അതും കട്ട് ചെയ്യരുത്. അപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം പറയാ, രാമപുരത്ത് വാര്യർ എഴുതിയിരിക്കുക മൂർത്തി 330 ദേവന്മാരെന്ന വാര്യർ എഴുതിയത്. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തെ പറയട്ടെ, സർവത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സർവത്തെ ചമച്ച ഒരു ദൈവമുണ്ട്, സകലത്തെ ഭരിക്കുന്ന ഒരു ദൈവമുണ്ട്, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. അവിടുന്ന് ഈ കാണുന്ന മുഴുവനും സൃഷ്ടിച്ചേക്കുന്നത്. ഈ പൂജര ഖേജര വസ്തുക്കളെയും സകല വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും എന്ന് വേണ്ട ഈ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവൻ സർവജ്ഞനായ ദൈവം. ആ ദൈവത്തെ പറ്റിയായി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ അങ്ങോട്ട് തെളിയിക്കുക. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന നമുക്കറിയാം, അഹരോന്റെ നിര്യാണത്തിൽ തന്റെ അനുജനാകുന്ന എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച ശ്രദ്ധേയ പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. അത് നമുക്കെല്ലാം മനപ്പാടമാ. ആ മനപ്പാടമായ വാക്യം ഇങ്ങനെ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവം ക്രിസ്തു. ഇങ്ങനെ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. ആമേൻ, സ്തോത്ര. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ. 50 വർഷവും 100 വർഷവും 1000 വർഷവും 10,000 വർഷവും ഒന്നുമല്ല പഴക്കം. അവിടുന്ന് സർവശക്തനായ ദൈവമാ. സ്തോത്രം. അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ആ ദൈവത്തെ പറ്റിയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് തൻ്റെ ഓരോ അധ്യായത്തിലും തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 14-ാം അധ്യായത്തിന്റെ 1, 2, 3 വായിച്ചപ്പോൾ അതോടൊട്ട് പെട്ടെന്ന് വരണം. എപ്പോഴും ഞാൻ പറയും, യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് തെളിയിക്കുക. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു 1, 2 അത്ഭുതം ചെയ്ത് പരിവക്കേട് പിടിച്ചു പോയ ആളല്ല. അവിടുന്ന് അനേക അത്ഭുതം ചെയ്തു. ഇപ്പോഴത്തെ അത്ഭുത രോഗശാന്തി വരപ്രാപ്തന്മാര് 1, 2 അത്ഭുതം ചെയ്യും. അത് പിന്നെ ഇങ്ങനെ TV കൂടെ കാണിക്കും. അവരെവിടെയെങ്കിലും ചെന്നാൽ അത് ആദ്യം ഒന്ന് കാണിക്കും. ഏതോ ഒരു തള്ള വീൽ ചെയർ എടുത്തെറിഞ്ഞ് ചോടി വന്ന് അത് തന്നെ കൂടെ ബാക്കി വീൽ ചെയറുമായിട്ട് വന്നതള്ള അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. 1, 2 രോഗിയെ സൗഖ്യമാക്കി. ഏതാ യേശു ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവിടുന്ന് നിന്റെ മേൽ കൈവച്ചാൽ വിടുതല. ഉപദേശമാര് പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കൈയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ ടൈം ആയതുകൊണ്ട് ദൈവം നിന്നെ വിടിവിക്കുന്നതാണ്. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. അപ്പോൾ 1, 2 അത്ഭുതം ചെയ്തേച്ച് പരിവക്കാടായി പോയ ആളല്ല ക്രിസ്തു. അവിടുന്ന് അനേക അത്ഭുതം ചെയ്തു. അതായി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. യേശു ചെയ്ത ധാരാളം കാര്യമുണ്ടെന്ന്. ആ 21-ാം അധ്യായത്തിന്റെ 25 വായിച്ചു. അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചു. അകലത്തിരിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെയോ ഒന്ന് നോക്കുമ്പോൾ തിട്ടം വരാൻ വേണ്ടി 21-ന്റെ 25. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. യേശുക്രിസ്തു ചെയ്ത അനേക അത്ഭുതമുണ്ട്, മറ്റു പലതുണ്ടെന്നാ. അത് ഓരോന്നായിട്ട് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും വെട്ടമുണ്ടോ അല്ലെ? ഒതുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. വെളിച്ചമുണ്ടോ? നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ചെയ്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. അത് ഓരോന്ന് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല.
ഒരു മരിച്ച ഒരാളെ മാത്രമല്ല യേശു ഉയർപ്പിച്ചത്. ഇതിനകത്ത് ചിലരെ പരാമർശിച്ചെങ്കിലും തന്റെ അടുക്കൽ വന്ന ഡെഡ് ബോഡി ഒന്നും കൊണ്ട് അടക്കിയിട്ടില്ല. വന്നതെല്ലാം ഉയർപ്പിച്ചു. ഒടുവിൽ അവിടുന്ന് ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. തന്റെ അടുക്ക വന്ന മുടന്തന്മാരെ യേശു സൗഖ്യമാക്കി. കണ്ണുപൊട്ടർക്കെല്ലാം യേശു സൗഖ്യം കൊടുത്തു. വന്നവർക്കാർക്ക് നിരാശ വന്നിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ യേശു. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരോരയായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. ഇന്ന് രാത്രിയും നീ വിശ്വസിച്ച് യേശുവിന്റെ അടുക്ക വരുന്നെങ്കിൽ നിനക്ക് നിരാശ മാറ്. നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു 1-2 അത്ഭുതം ചെയ്തേച്ച് പരിവക്കേടായി പോയില്ല. നിരവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒരകത്ത്. എന്നാൽ തിരഞ്ഞെടുത്ത ഏതാനും ചെറിയ അത്ഭുതങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതെന്തിനാന്ന് യോഹന്നാൻ തന്നെ ആൻസർ തരുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 30 വായിച്ചേ. 1-2 ചില അത്ഭുതങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്തിനാണെന്ന് 20-30 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. അതാ ഈ പുസ്തകത്തിൽ വേറെ പുസ്തകങ്ങളുണ്ട്, അതിലെ കാര്യമൊന്നുമല്ല, ഈ പുസ്തകത്തിലെ കാര്യമാണ്. വേറെ പുസ്തകങ്ങൾ ധാരാളം. ഈ പുസ്തകം എന്ന് പറയാൻ കാര്യം ഈ ഒരൊറ്റ പുസ്തകത്തിന് ഈ പേരുള്ള സത്യവേദ പുസ്തകം. അതാ ഈ പുസ്തകം. വേറെ പുസ്തകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കെട്ടുകണക്കിന് പുസ്തകം ഇരിക്കുന്ന സ്ഥലവും ഉണ്ട്. പുസ്തകം എഴുതുന്നവരോട് ഇപ്പോഴാണ് എല്ലാവരും അങ്ങ് പുസ്തകം എഴുതുക. പുസ്തകം എഴുതിയിട്ട് പെമ്പിള്ളയുടെയും പുള്ളിയുടെയും ഫോട്ടോ 3 എണ്ണം. ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ ലേഖകന് 7 പിള്ളേര്, മൂത്ത മോൻ സാങ്കുട്ടിയും ഫാമിലിയും. പുസ്തകം ഞാനൊന്നും പറയുന്നില്ല, വെറുതെ ചിലപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അലോഗ്യം ഉള്ളവർ കാണുമായിരിക്കും. അയാളെ വിളിക്കേണ്ട, അയാൾ വായി തോന്നുന്നതല്ല. ഇതിനകത്തൊക്കെ ചിലപ്പോൾ കാണും. പിന്നെ എനിക്കറിയരുതോ, നമ്മള് 30 കൊല്ലമായിട്ട് ശ്വാസം ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആരുടെ നേരാന്നോ എന്നെ ദൈവം ഒരുക്കിയതാണ്. ഇനിയിപ്പം പോട്ടെ. സ്തോത്രം. എന്താ മാത്തു ചായല നടക്കുന്നേ? മഴ വരുന്നെങ്കിൽ എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കാൻ പറ. ഇത് മൂടണമല്ലയോ? അത് 2 പേര് പോയാൽ മതിയല്ലോ. മുറ്റത്ത് നിൽക്കുന്നതിന് അകത്ത് കയറാൻ ദൈവം വഹിക്കുന്നതാ. പിന്നെ അത് ചെഞ്ഞുവാ തന്നെയല്ലേ യോഗ വെച്ചിട്ട് താമസിച്ചേ നിർത്തുള്ളൂ. അതിനാ മഴ ഒരു 10:30 വരെ മഴ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ തിരഞ്ഞെടുത്ത ഏതാനും അത്ഭുതങ്ങളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് യോഹന്നാൻ തന്നെ ആൻസർ തരിക. 20-30 ദൈവദാസൻ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല. ഈ പുസ്തകം ഏതാ? സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല, ആർക്കും ഉണ്ടാക്കാനും ഒക്കുകയല്ല. ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അഭിഷിക്തന്മാരോട് ഒന്നുകൂടെ ഊന്നി പറയുക, ഇതെടുത്തത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇതിനകത്തെ 10 വാക്യം വിളിച്ചു പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഞായറാഴ്ച വലിയ പ്രസംഗ പാഠവുമില്ലെങ്കിലും സങ്കീർത്തനം വായിച്ചു 2 വാക്യം പറയുന്നത് ഒരു ഭാഗ്യമാണ്. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം. എന്തുവാ സന്തോഷമില്ലാതിരിക്കുന്നേ? ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലയോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് സന്തോഷം. ഒരു ഉഷാറായിട്ടിരിക്കും. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പിന്നെ
നിങ്ങൾ എന്നോട് വൈരാഗ്യം ഉണ്ടല്ലോ അങ്ങ് ചിരിച്ച് കാണിക്കുക. അപ്പൊ എനിക്ക് സ്തോത്രം ഒരു സന്തോഷം ഉണ്ടാകുകയില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകം എടുക്കാനിടയായതൊരു എൻ്റെ അപ്പന് കള്ള് ഷാപ്പിലെ ജോലിയായിരുന്നു. കള്ള് ഷാപ്പിലെ സപ്ലയർ ആയിരുന്നു. ഞാൻ കാരണം പുള്ളി യൂണിയനാ, CI2 തൊഴിലാളി യൂണിയനാ, ചെത്തു തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാ. അപ്പൊ ഞാൻ ഈ മാർഗത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അപ്പൻ ചാകുവോ, അപ്പൻ ജോലി വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് കിട്ടും. കപ്പയും കള്ളും എടുത്ത് നടക്കണ്ട ഞാനാ. നിനക്ക് മനസ്സിലായോ? നീ ദൈവത്തെ സ്തുതിക്കേ. നീ മെനക്കെട്ട് വന്നിരിക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ. നീ യേശുവിനെ അറിഞ്ഞെന്ന് ഈ മാർഗത്തിൽ നീ വന്നെന്നാ പറഞ്ഞത്. കൊച്ചമ്മ ദൈവത്തെ സ്തുതിക്ക്, നന്നായിട്ട് സ്തുതിക്കേ, നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ ആളുകളിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ ഭാഗ്യം. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ഭേദമില്ല. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. ഭരണോടെതിർപ്പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തലമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട്ടെതിർപ്പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖി, ഭാഗ്യമിത്. അപ്പൊ ഈ വേദപുസ്തകം സത്യവേദ പുസ്തകം, ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ ഒക്കത്തുമില്ല. ആകാശം ഭൂമി മാറിപ്പോലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല എന്നുള്ളതാണ്. അന്നേരം നീ വേദപുസ്തകത്തിന്റെ പുറത്ത് കൊച്ചുങ്ങളെ വെച്ച് തുള്ളിക്കുന്നു, സഭായത്തിന് വന്നേച്ചു എന്നെ പോലെ രഘു. അന്നേരം വേദപുസ്തകം പിടിച്ചോണ്ട് ഉപദേശി, ഞാൻ വെക്കുന്നില്ല, നീ കോഴി വിൽക്കുന്നവൻ നടക്കുന്ന പോലെ നടക്കുക എന്നുവെച്ചാൽ ബാക്കി ഞാനിപ്പം പറയുന്നുമില്ല. അത് MT മാത്യു അപ്പച്ചൻ, മൈക്കമത്തായച്ചൻ ചർച്ചക്കോട്ടിലെ പറയായിരുന്നു, മോനെ അങ്ങനെ വഴിയിലെങ്ങും നിൽക്കരുത്. നിൽക്കുന്ന എന്തിനാന്ന് ഇപ്പൊ ഞാൻ പൊതുവിൽ ഞാനൊരിക്കലെ യാത്ര ചെയ്തപ്പോ എന്റെ കൂടെയുള്ള പുള്ളിയോട് പറഞ്ഞു, ഇതൊന്ന് പിടിച്ചാട്ടെ. ഞാൻ അങ്ങോട്ട് മാറി, മനസ്സിലായല്ലോ, മാറി വെച്ചോ. പുള്ളി 2 എണ്ണം വെച്ചോണ്ട് ആ കാര്യത്തിന് ഞാൻ ബഹുമാനിക്കുന്നത് കത്തോലിക്കരെയാണ്. വലിയ വായനയും ധ്യാനവും പഠനവും ഒന്നും ഈ പുസ്തകത്തോടുള്ള ബന്ധത്തില്ലെങ്കിലും ഭക്തിയോടാ കൊണ്ട് നടക്കുന്നത്. കണ്ടിട്ടുണ്ട് ചിലരെടുത്ത് ഒരു ഉമ്മയും കൂടെ കൊടുക്കും.
നല്ല കാര്യം നല്ലതാന്ന് പറയണ്ടേ? ഇത് വ്യവസ്ഥപ്രകാരം എടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. നമ്മുടെ ആൾക്കാർ പറയും ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷമോ, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. ഇത് വ്യവസ്ഥപ്രകാരം എടുത്തവർക്ക് ആർക്കും. ഇത് ആണ്ട KP ആനന്റെ അവിടെ ലോഡ് കണക്കിന് ഒരുത്തൻ ചുമ്മിക്കൊണ്ട് ഗോഡൌണിൽ കയറ്റി, അവനിപ്പം വീടി വലിച്ചു കിടക്കുന്നു. അവന് ഇപ്പൊ ചുമ്മിയ വിഷയമൊന്നും ആരും, അത് അവന്റെ ഡ്യൂട്ടി ആയിരുന്നു. പാണ്ടി ലോറിക്കകത്ത് ചുമ്മുന്നതല്ല വിഷയം, വ്യവസ്ഥയോട് എടുക്കണം, ഇതിന്റെ പ്രമാണത്തിൽ നിൽക്കണം. അങ്ങനെ എടുക്കുന്നവർക്കും അവന്റെ സന്തതിക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാ കണ്ടങ്കേരിക്കാര്. അങ്ങനെ കണ്ടങ്കേരി പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടുപേര് പറ, അതുകൂടെ പറയാം. പറ, വീട്ടുപേര് പറ. സ്വതന്ത്രം. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെയും നിന്റെ സന്തതിയെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് സത്യവേദ പുസ്തകം. സ്തോത്രം. അല്ല, ഈ പുസ്തകത്തിൽ അല്ല എഴുതിയിരിക്കുന്നത്, വായിച്ചാട്ടെ ദൈവദാസനെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യേശുവിന്റെ അത്ഭുതമെല്ലാം കാണുകയുള്ളതാ. ഒരുത്തം മുടന്തി നടക്കണമെന്ന് പറഞ്ഞു, അന്നേരം അവൻ നടന്നു. അല്ലാതെ വയറ്റിനകത്തൊരു മുഴ, അതാരും കാണുന്നില്ലല്ലോ. ആരും കാണാതാണോ ഇത്? മുഴയുടെ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഉണ്ട്. ഒരാൾ പറഞ്ഞാച്ചാ മുഴപ്പാസ്ത്ര ഇന്ന് വരുന്നെന്ന്. അവന് മുഴയാ, മുഴയുടെ ആളാ. അജിയെ ഇത് മാത്രം കട്ട് ചെയ്യരുത്, ദൈവത്തെ ഓർത്ത് നിന്റെ കാല് ഞാൻ പിടിക്കുക. മുഴപ്പാസ്റ്റർ യേശു ചെയ്ത അത്ഭുതങ്ങളല്ലേ എല്ലാരും കാണുകയാണ്. 38 വർഷം കൊളക്കര ഒരുത്തൻ കിടക്കുക, സീനിയറാ. അവനാണ് സെന്ററിലെ സീനിയർ. പക്ഷെ നടക്കാൻ മേല, അനങ്ങാൻ മേലെന്ന്. സെന്ററാ, പക്ഷെ ഓവർസിയറാ. ഒരു സ്വോത്രം പോലും ആയത്തിൽ പറയുകയല്ല. കസാര നടച്ചിങ്ങനെ ഇരിക്കുക. എന്തിനാടാ? പാപത്തിന്റെ അധീനതയിൽ നിന്ന് നിന്നെ വെടിവെച്ച ദൈവത്തെ, രോഗശാന്തി തന്ന ദൈവത്തെ, സമാധാനം തന്ന ദൈവത്തെ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ അവസരം കിട്ടുമ്പോഴല്ല നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്ത. നിനക്ക് 70 കിലോ ഉണ്ടല്ലോ, നീ 1/2 കിലോയുടെ സ്വോത്രം പറഞ്ഞോ വന്നിട്ട്. നീ കുട്ടത്തി മാക്കറി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ? 70 കിലോ. മാത്തുച്ചൻ എത്ര കിലോ ഉണ്ട്? സത്യം പറ, ഉദ്ദേശം പറ, എത്ര കിലോ ഉണ്ട്? 65 കിലോ കാണുമോ? അസ്ഥിമൂപ്പുണ്ടല്ലോ, 65 കാണും. ഒരു 1.5 കിലോയുടെ സ്വോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ടൈപ്പ് സാധനം ഇറക്കിക്കോണം. നമ്മുടെ കടശയോഗമാണ്. ഈ ടൈപ്പ് സാധനം ഇന്ന് രാത്രി ഇറക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ രക്ഷിച്ച യേശു, നമ്മെ വിടുവിച്ച യേശു, നിന്നെ തെരഞ്ഞെടുത്ത യേശു, ഈ മകനീയ ശുശ്രൂഷയ്ക്ക് നമ്മെ ആക്കിയ യേശു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. 38 വർഷമായിട്ട് കൊള്ളക. അവൻ സീനിയറാ. യേശു ഇവന്റെ കിടപ്പെല്ലാം കണിച്ചു. ഞാനൊരു പേരിടുക, തോമാച്ച. സൗഖ്യമാകാൻ മനസ്സുണ്ട്. പുള്ളി പറഞ്ഞു ഞങ്ങൾ നിരണംകാരാ. നീ ഏത് നിരണോ കുരണോ ആയാലും നീ മാനസാന്തരപ്പെടണം. തോമാസ് നിരണത്ത് വന്നെന്ന് പറഞ്ഞപ്പോ ഒരു കടവുണ്ടാക്കി, തോമത്ത് കടവ്. നീ ആ കടവിന്റെ അടുത്ത് കടന്നാ നീ സ്വർഗത്തിൽ പോവോ? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ കടവ് കെട്ടിപ്പൊക്കുകയല്ല ചെയ്യേണ്ടത്, നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. ഞാൻ നിരണത്തെ പനച്ചു മൂട്ടിലെയാ, കണ്ടങ്കാരിയിലെയാ, കാട്ടുനിലത്തെയാ. ഇവിടുത്തെ ഏരിയയുടെ വീട്ടുപേര് പറയാ. കുടുംബമൊക്കെ നല്ലതാ. നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം.
നിരണപ്പള്ളി ഇരിക്കുന്ന ഞങ്ങളുടെ വസ്തുല അപ്പച്ചന്മാര് കൊടുത്തതാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശുവിനെ അറിയണം. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോകില്ലെന്ന്. ഈ 38 തോമാച്ച കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നാ തോമ പറയാ വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ലെന്ന്. എടാ നിന്നോട് അതാന്നോ ചോദിച്ചേ? സൗഖ്യമാകാൻ എന്തായാലും കൊള്ളാം. അവൻ കിടക്കെടുത്ത് സ്തോത്രം. എല്ലാരും കാൺക ചെയ്തെന്നാ. അത് പറയാനാ ഇത്രയും പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചാ വാക്യം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. അല്ലാതെ ആരും കാണാതല്ല. ചെയ്ത അത്ഭുതങ്ങളെല്ലാം കാണുകയാ. അങ്ങനെ ഇന്നും അത്ഭുതം നടക്കുന്നുണ്ട്, ഇന്നും വിടുതൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പല മിടുക്കന്മാരും കാണാത്ത അത്ഭുതങ്ങളാ ചെയ്യുന്നത്. അതെ, വിവരിക്കുന്നില്ല. അനേക അത്ഭുതം യേശു ചെയ്തു, ശിഷ്യന്മാര് കാണുക ചെയ്തു. അടുത്ത വാക്യം വായിരേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. ഇവിടെ കൂടിയിരിക്കുന്നവരും ഓൺലൈനിലുള്ളവരും ഈ നാട്ടുകാരും ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്നവരും ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. ആമേൻ. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ. അടുത്ത വാക്യം, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അതിനാ ഇത് എഴുതിയേക്കുന്നത്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞ നിത്യജീവൻ ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്കേശു ക്രൂശിലേറി അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൽ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ ക്ഷമയരുളും നിശ്ചയമാ ക്ഷമയരുളും നിശ്ചയമായി മൺമയമാ ആൺമതെല്ലാം മായയത്രേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു വന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചു മാത്രം പോയാ പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, നീ പദയാത്ര നടത്തണ്ട, ഉരുളുകയും വേണ്ട, ചെരുപ്പിടാതെ ഈ റോഡെ കൂടെ നടക്കുകയും വേണ്ട. അങ്ങോട്ട് ചെരുപ്പിടാന്നൊക്കെ ഇങ്ങോട്ട് വണ്ടിയെ പോരും. എന്റെ തങ്കച്ച, നീ ആണ്ടോടാണ്ടിക്ക് ചെരുപ്പിടാതെ ഈ റോഡ് നടന്നാലൊന്നും പിന്നെ നല്ലതാ. നിന്റെ പ്രഷറും കൊളസ്ട്രോളും കുറെ. അതാ പറഞ്ഞ, ഞാൻ പോയിച്ചു വന്നപ്പോ ഒത്തിരി വിടുതല. കാരണം ഇവൻ നല്ല ചിമിട്ട് തീറ്റി നിന്ന് വെച്ച് പരിക്കാതിരുന്നവനാ. 2 ദിവസം കണ്ടമാനം നടന്നപ്പം അല്ല, നീ അവിടെ ചെന്ന് തൊട്ട് വന്നിച്ചപ്പോ കിട്ടിയതാണോ? ഞങ്ങളുടെ വീട്ടിൽ 2 കട്ടിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പിന്നെ നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? അതോ തല്ലുകൊള്ളുകയെന്ന് നമ്മളെല്ലാവരും തല്ലുകൊള്ളും. എനിക്ക് കിട്ടുന്നതിന്റെ വീതം ഞാൻ നിങ്ങൾക്കും തരും. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മ ഒന്നിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ നാം ഒന്നിച്ച് തല്ലും കൊള്ളണം. കൊച്ചാന് ഞാനൊരു കൺസെഷൻ തരും. യേശു മാത്രമാ ദൈവം.
അവിടുന്ന് മാത്രമാ സത്യദൈവം, അവിടുന്ന് മാത്രമാ നിത്യദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ചത്തതെല്ലാം ദൈവം അല്ലെന്ന്. ദൈവം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേ ഉള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേ ഉള്ളൂ. ഏക സത്യദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേ ഉള്ളൂ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അതെ, ഓടിച്ചു പോകാം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്നും കൂടെ തെളിയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്കറിയാം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മാത്തൂച്ചൻ ഹിന്ദി വരാതെ പറഞ്ഞത് ഇതാ ലോകത്തിൽ. ഞാനിത് കേട്ട് പറയുന്നു. എന്തുവാ ഹിന്ദിയിൽ എങ്ങനെ ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ. ദൈവത്തിന് നമ്മുടെ കൺവെൻഷൻ തീരുകയല്ലേ. കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കൊണ്ട് യാതൊരു സങ്കോചവും കൂടാതെ യോഹന്നാൻ സ്നാപകൻ പറയാ, അതാണ് ദൈവ കുഞ്ഞാട്. അത് മാത്രമാ ദൈവ കുഞ്ഞാട്. ആ കുഞ്ഞാടൻ വ്യക്തിക്കും കുടുംബത്തിനും, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. 22 വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. ലേവ്യ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി. എന്നാൽ യോഹന്നാൻ 1 കുഞ്ഞാട് ലോകത്തിന്റെ പാപം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൈവ കുഞ്ഞാടാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഉണ്ട്. എനിക്ക് ഒരു 2 മണി ഇനി വിളിക്കുമോന്ന് അറിയത്തില്ല. വിളിക്കുകയാണെങ്കിൽ കാരണം ഈ പാട്ട് പാടുന്നത് കൊണ്ടാണ്. പാട്ടിന് സ്വരവും തൂണുമൊന്നും അല്ല. അവര് ഗ്രേസും ഒക്കെ നന്നായിട്ട് നല്ല കണക്കിന് അച്ഛൻ പറഞ്ഞ പാട്ട് എന്നാ പാടാൻ പോവാ. പിന്നെ കാട്ടൂടയോ ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപ്പാദം എന്റെ ശരണം. തിരുപ്പാദം എന്റെ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപ്പാദം എന്റെ ശരണം. തിരുപ്പാദം എന്റെ ശരണം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഊനമില്ലാത്ത, പാപമില്ലാത്ത, പാപമേശാത്ത, പാപം തീണ്ടാത്ത, പാപം ചെയ്യാത്ത, പാപപറിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 1-ാം അധ്യായത്തിൽ ദൈവ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി തീർത്തു. സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ വാറ്റാനുള്ള മർമ്മം പറഞ്ഞു തരികയല്ലായിരുന്നു. ഈസ്റ്ററിന് വാറ്റിയച്ച് വാറ്റാനുള്ള മർമ്മമൊന്നും അല്ലത്. സ്തോത്രം. അവിടുന്ന് അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ വിളിച്ച് ചെയ്ത് തന്റെ മകത്വം അങ്ങ് വെളിപ്പെടുത്തി. തൊടുകൈക്കുള്ള ശുശ്രൂഷയാ. പച്ചവെള്ളത്തെ കാനാവിലെ ഞാൻ പറഞ്ഞുകൊണ്ടാ പിന്നെ പാടുന്നത്. പിന്നെ
കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. അവർ രണ്ടാമത്തെ അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, മൂന്നാമത്തെ അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. നിക്കോദോമസിനോടുള്ള സംസാര മധ്യേ അവിടുന്ന് നിത്യജീവന്റെ ദൈവമാണ്. സ്തോത്രം. വിവരിക്കുന്നില്ല. നാലാമത്തെ അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, ശമരിയാക്കാരിയുമായുള്ള സംസാരം. ആ സ്ത്രീയുടെ മുൻകാല ചരിത്രവും ജീവിത ചര്യവും ഇപ്പൊ പറയുന്നില്ല, പല വാദങ്ങളുള്ളതാ. എന്തായാലും കൊള്ളാം, പരുവക്കേടാ. ആ പരുവക്കേടുള്ളവളൊരു എന്ത് മാന്യമായിട്ടാ യേശു ഇടപെട്ടെ അല്ലേ? കടത്തിങ്കര ഇരുന്നപ്പം അവൾ വെള്ളം കോരാൻ വന്ന യേശു ഇച്ചിരി വെള്ളം തരാമെന്ന് ചോദിച്ചു അല്ലേ? അവള് അടിമുടിയൊന്ന് നോക്കിച്ച്, യഹൂദനായിരിക്കുന്ന നീ, അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇത് യഹൂദനാണ്. ഇപ്പൊ ഈ പെന്തിക്കോസുകാരെ പെട്ടെന്ന് പിടികിട്ടുകയല്ലോ. പണ്ടൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഉപദേശിയാ പോകുന്നത്. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉപദേശിയാ, ചന്ത ചെല്ലുമ്പോൾ ഗുണ്ടുമണി വന്നതുപോലെ. ഗുണ്ടുമണി ബനിയന് വിട്ട് മസിലും കാണിച്ച് മറ്റേ എടുത്താട്ടെ ഏനാണിച്ചും ഗുണ്ടുമണി ആദ്യം കേൾക്കാനോ? ആരാ കേട്ടെ ആദ്യമായിട്ട്? മോൻ ആദ്യമായിട്ട് കേൾക്ക? സ്തോത്രം. ദൈവത്തിന് മഹത്വം. പണ്ടൊക്കെ കണ്ടാൽ അറിയാം. അപ്പൊ ഈ കണ്ടപ്പോളെ പിടികിട്ടി യഹൂദനാണെന്ന്. അതെ, യഹൂദനായിരിക്കുന്ന നീ ശമരിയാക്കാരിയായി എന്നോട് തീണ്ടലല്ലേ? തീണ്ടൽ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ തീണ്ടല്. എനിക്ക് തോന്നുന്നത് കുമാരനാശാൻ യോഹന്നാൻ 4 വായിച്ച് മനപ്പാടമാക്കി വന്നൊരു ഡൗട്ട്. യോഹന്നാൻ അല്ലെ ചണ്ടാല ഭിക്ഷുക്ക് എഴുതാൻ യാതൊരു സാധ്യത ഇല്ലെന്നാ എന്റെ വാദം. ഇല്ലേ? പഠിച്ചേ ഇവിടെ സ്കൂളില്ലേ? ഇവിടെ കെടികെട്ടിയ നിരണം കവികളാ കിടക്കുന്നത്. കണ്ണശ പണിക്കര്, കണ്ണശ കവികൾ, നിരണം കവികൾ. സ്തോത്രം. ചമ്പു ആട്ടെ, നമ്മുടെ വിഷയമല്ല. അവ ആശാൻ എഴുതി ചണ്ടാല ഭിക്ഷുകി യോഹന്നാൻ 4 കൃത്യ ആശയ ഗംഭീരനല്ലേ? വായിച്ച് ഹൃദയസ്ഥമാക്കിയെന്ന എന്റെ വാദം. അല്ലെ, അത്ര കൊള്ളിച്ച് അതിൻ്റെ ഒരു പകർപ്പാ. സ്തോത്രം. സെയിമാ. കാരണം ആശാൻ ചണ്ടാല ഭിക്ഷുക്ക് എഴുതുന്നതിന് മുമ്പേ യോഹന്നാൻ 4 ഉണ്ട്. അതുകൊണ്ടാ ഈ സ്ത്രീയോട് യേശു കുടിക്കാൻ വെള്ളം ചോദിച്ചു. അത് തന്നെയല്ലേ ആശാൻ? ദാഹിക്കുന്നു ഭഗിനി കൃപാരദം മോഖനം കുളിർ തണ്ണീതി താജുനി ഓമല്ലേ തകൂതെല്ലാം നദൂ കേട്ട് മനോഹരി. നിങ്ങൾ ആരും പഠിച്ചല്ലേ? അന്ന് ഋഷിന്റെ ക്ലാസ്സിൽ പോയില്ലേ? അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി രാജമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. അടെ നമ്മുടെ വിഷയം അതല്ലല്ല. അല്ലെ, ഇനിയും അത് കട്ട് ചെയ്തേച്ച് പറയും പുള്ളി ഇപ്പൊ സുവിശേഷം ഒന്നല്ലോ, അത് ചണ്ടാല വിഷയം പ്രസംഗിച്ച് അടക്കാന്ന് പറയും. ഇത് പേടിയായതുകൊണ്ടാണ്. വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? അല്ല, ഇപ്പം സുവിശേഷം ഒന്നും അല്ല പറയുന്നത്. നിരണം UPFന് അന്ന് ചണ്ടാല വിഷയമായിരുന്നു പുള്ളിയുടെ സബ്ജക്റ്റ്.
വെറുതെ എന്തിനാ നാശം ഒപ്പിച്ച്? അതിനാ ഞാൻ പറഞ്ഞ മൊത്തം വിടണമെന്ന്. മൊത്തം വിട്ടാൽ എനിക്കൊരു കുഴപ്പം, അല്ലേലും എനിക്ക് കുഴപ്പമില്ല. പണി നോക്കാൻ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സ്ത്രീയോട് എന്ത് മാന്യമായിട്ടാണ് യേശു ഇടപെട്ടത്. കണ്ടോടനെ അവിടെ മുൻകാല ചരിത്രമൊന്നും യേശു എണ്ണിയില്ല. വെള്ളം പെട്ടെന്ന് കൊണ്ടുപാടിയില്ലേ, നിന്റെ വിഷയം ഞാൻ വാട്സപ്പിനകത്തിടും. ഞാൻ എന്തിന് ഞാൻ അല്ല, ഇന്നത്തെ ഉപദേശമാരോ എല്ലാവരും അല്ലെങ്കിലും വിശ്വാസിയോ സെക്രട്ടറിയോ ഖജാൻജിയോ കമ്മിറ്റിയോ കുന്തമോ കോടാലിയോ ആണെങ്കിൽ ഇടഞ്ഞാൽ ഉടനെ പറയും ഞാനിപ്പോൾ ലൈവിൽ വരും. ശമരിയാക്കാരുടെ വിഷയമായിട്ട് ഞാൻ ലൈവിൽ വരും, ഞാൻ പത്രസമ്മേളനം. പോടാ നിന്റെ കുത്രസമ്മേളനം. എടാ, ഏത് മനുഷ്യന് ഉറച്ചു നിന്ന ശ്വാസമാ. നിന്നേക്കാ കൊലവമ്പനെ കോവിഡ് കൊണ്ടുപോയി. തങ്കച്ചാ, നീ ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, സഭയുടെ നടത്തിപ്പുകാർക്കെതിരെ നീ കളിച്ചാൽ, നിന്റെ സെക്രട്ടറി ആ കുന്തം അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. നിങ്ങളൊരു സ്വത്രം പറഞ്ഞു. നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യം. ഞാൻ അത് അല്ല് മേടിക്കുന്നാലും നിങ്ങൾക്ക് ഗുണം വരികയല്ലേ? നിങ്ങൾ പറഞ്ഞ മസിൽ പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്ത് മാന്യമായിട്ട് ആ സ്ത്രീയോട് യേശു ഇടപെട്ടത്. സംസാരം തുടങ്ങിയപ്പോൾ അവൾ മനസ്സിലായി യഹൂദനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ലൊരു മനുഷ്യനാ. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ പ്രവാചകനാ. ഒടുവിൽ മനസ്സിലായി മിശിഹായാണ്. അതാ യേശുവിന്റെ മഹിമ. നമ്മളാണ് സംസാരം തുടങ്ങുമ്പോൾ പറയും മിശിഹായാന്ന്. 2 കൊല്ലം പാസ് ഇരുന്ന് കഴിഞ്ഞ് പറയും മിശിഹാ എന്നുമല്ല, പുള്ളി പ്രവാചകനാ, ഇടയ്ക്കിടയ്ക്ക് ഒരു കുടച്ചിൽ ഒരു ദൂതുമുണ്ട്. 4 കൊല്ലം കഴിയുമ്പോൾ പറയും ഓ അയാൾ പ്രവാചകനൊന്നുമല്ല, ഒരു 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 പാസ്റ്റർ. 5-ാം കൊല്ലം പറയും ഇയാള് ബയൽസബൂലാ കേട്ടോ, ഇയാളെ നമുക്ക് അട്ടപ്പാടിക്ക്. എന്നാൽ യേശു അങ്ങനല്ല. അടുക്കും തോറും, അനുഭവിക്കും തോറും, രുചിക്കും തോറും, ചേർന്ന് ചെല്ലും തോറും ഇതുപോലെ ശ്രേഷ്ഠൻ, ഇതുപോലെ യോഗ്യൻ, ഇതുപോലെ മഹിമയുള്ളവൻ, ഇതുപോലെ മഹത്വമുള്ളവൻ, ഇതുപോലെ യോഗ്യൻ ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നിതുപോൽ തന്നവതാരം നിസ്തുലമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവൻ എവിടെ ഇരിക്കുന്നു? അതാ ഞാൻ തൊടുകൈക്ക് പറഞ്ഞ അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്ക്, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്ക്, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്ക്, അനുധാവനം ചെയ്യുന്നെങ്കിൽ യേശുവിനെ അനുധാവനം ചെയ്യ്, സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. 4-ാമത്തെ ആയത്തിൽ ആ സ്ത്രീയോട് മാന്യമായി ഇടപെട്ട ആത്മാവായ ദൈവം. ആരാധനാഭിഷേകത്തില്ല. 5-ാമത്തെ ആയത്തിൽ സകല ദീനവും വ്യാധിയും പൊറുപ്പിക്കുക. 5-ാമത്തെ ആയത്തിൽ ഒന്ന് വായിച്ചേരും പാസ്റ്ററെ. യോഹന്നാൻ 5:1. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. നല്ല സ്ഥലത്തായിരിക്കുന്നു, പക്ഷേ നടക്കാനും എഴുന്നേക്കാനും വയ്യ. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം സകല കേസും വന്ന് കിടക്കുന്ന ഇടവാ ആട്ടുംവാതിക്കല്.
സ്തോത്രം. ഒരെണ്ണത്തിന് സുഖമില്ലെന്നുള്ളതാണ്. ആട്ടെ, എനിക്കതൊക്കെ നിന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഞാൻ കൂടെ വായിച്ചേ നോക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും അവിടുന്ന് പൊറുപ്പിക്കുക. 6-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം.